വാർത്തകൾ വിശദമായ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ കൊലപാതകത്തിൽ പ്രതികാരം ചെയ്യുക എന്നത് ഇറാന്റെ നിയമപരമായ കടമയും അവകാശവുമാണെന്ന് ഇറാനിയൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ. ഖമേനിയുടെ കൊലപാതകം മുസ്ലിങ്ങൾക്കെതിരായ, പ്രത്യേകിച്ച് ലോകമെമ്പാടുമുള്ള ഷിയ മുസ്ലിങ്ങൾക്കെതിരായ പരസ്യമായ യുദ്ധപ്രഖ്യാപനമാണെന്നും അദ്ദേഹത്തിന്റെ മരണം ഒരു വലിയ രക്തസാക്ഷിത്വമാണെന്നും അദ്ദേഹം പറഞ്ഞു. പരമോന്നത നേതാവിന്റെ അഭാവത്തിലും രാജ്യത്തിന്റെ ഭരണം തടസ്സമില്ലാതെ തുടരുമെന്നും താൽക്കാലിക നേതൃത്വ കൗൺസിൽ രാജ്യത്തെ നയിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ആക്രമണം ഒരു സ്വതന്ത്ര രാഷ്ട്രത്തിന്റെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണിതെന്നും അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണിതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സംയുക്ത ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമനേഡിയുടെ കൊലപാതകത്തിന് പ്രതികാരം ചെയ്യുക എന്നത് ഇറാന്റെ നിയമപരമായ കടമയും അവകാശവുമാണെന്നാണ് ഇപ്പോൾ ഇറാനിയൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പറയുന്നത്. ഖമേനിയുടെ കൊലപാതകം മുസ്ലിങ്ങൾക്കെതിരായ, പ്രത്യേകിച്ച് ലോകമെമ്പാടുമുള്ള ഷിയ മുസ്ലിങ്ങൾക്കെതിരായ ഒരു പരസ്യമായ യുദ്ധപ്രഖ്യാപനമാണെന്നാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ മരണം ഒരു വലിയ രക്തസാക്ഷിത്വമാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും ഖമേനിയുടെ കൊലപാതകം ഒരു തങ്ങളുടെ അവകാശമാണ് തിരിച്ചടിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. പരമോന്നത നേതാവിന്റെ അഭാവത്തിലും രാജ്യത്തിന്റെ ഭരണം തടസ്സമില്ലാതെ തന്നെ തുടരുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. താൽക്കാലിക നേതൃത്വ കൗൺസിൽ രാജ്യത്തെ നയിക്കുമെന്നാണ് ഇപ്പോൾ അദ്ദേഹം അറിയിക്കുന്നത്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ആക്രമണം ഒരു സ്വതന്ത്ര രാഷ്ട്രത്തിന്റെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്നും അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഖമേനിയുടെ കൊലപാതകത്തിൽ പ്രതികാരം ചെയ്യുക എന്നത് ഇറാന്റെ നിയമപരമായ കടമയും അവകാശവുമാണെന്നാണ് ഇറാനിയൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പറയുന്നത്.